പ്രകാശ് നായർ, അതായത് ജലജയുടെ ഭർത്താവ്, അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് കോളേജ് പഠിച്ചിട്ടുള്ളതാണ്. ഗവൺമെൻറ് കോളേജ് ചിറ്റൂരിൽ പ്രീ ഡിഗ്രിക്ക് പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വിക്ടോറിയ കോളേജിലേക്ക് പാലക്കാട്ടേക്ക് മാറിപ്പോയി. അന്നൊക്കെ ഞങ്ങൾ ഈ കോളേജിലേക്കൊക്കെ പാട്ടൊക്കെ പാടുമ്പോൾ ഈ കർട്ടൻ വലിക്കാനൊക്കെ ഇങ്ങനെ പിരിയുന്നൊരു പാവം പയ്യൻ, ഒരു മുണ്ട് കൊടുത്ത് എണ്ണയൊക്കെ കൂട്ടി മുടിയൊക്കെ ചീവി, ഒരു വളരെ പാവപ്പെട്ട പ്രകാശ് നായരെ എനിക്കറിയാം. പിന്നീട് കോളേജൊക്കെ വിട്ടു പോയതിന് ശേഷം, ഞാനൊക്കെ ഇൻഡസ്ട്രി വന്നതിന് ശേഷം ഞങ്ങളുടെയൊക്കെ പല പ്രോഗ്രാംസും പുള്ളി സ്പോൺസർ ചെയ്ത് ഞങ്ങളെ ബഹ്റിനിലേക്ക് കൊണ്ടുപോവുകയും ഗൾഫിലെ പല സ്ഥലങ്ങളിലും പുള്ളിയുടെ കെയർ ഓഫിലുള്ള പ്രോഗ്രാംസിലൊക്കെ ഞാൻ പാടുകയൊക്കെ ചെയ്തു. അന്നൊക്കെ അപ്പോഴേക്കും പ്രകാശ് ആൾ വളരെ മാറിയിരുന്നു. പ്രകാശ് വളരെ മോഡേണായി, വളരെ ഒരു പ്രത്യേക കഥാപാത്രമാണ്. ഒരു അടിച്ചുപൊളി കഥാപാത്രമാണ് പ്രകാശ്. വളരെ നല്ല മനുഷ്യനാണെങ്കിലും കൂടി ഒരു അടിച്ചുപൊളി കഥാപാത്രമാണ്. പക്ഷേ മലയാളത്തിൻ്റെ എന്താണ് പറയുക, ശാലീന സുന്ദരിയും സോഫ്റ്റുമായ ജലജ എങ്ങനെയാണ് ഈ പ്രകാശ് നായരെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? ഇനി വേറെ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെ പ്രകാശിൻ്റെ അടുത്ത് എന്ന് പെട്ടു? മാഡം ഒരൊറ്റ കളവ് പോലും പറയരുത്, സത്യസന്ധമായി പറയും. ഇല്ല, ഞാൻ കളവ് പറയാൻ പോണില്ലല്ലോ. ഞാൻ കളവ് പറഞ്ഞ ഇപ്പൊ ബീപ്പടിക്കും ഇവിടെ. അയക്കോ? ശരി, തുടങ്ങട്ടെ. തുടങ്ങ. ആദ്യമായിട്ട് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതെ, പ്രകാശിന്റെ ഫ്രണ്ടാണല്ലോ, എനിക്കറിയാമല്ലോ കിച്ചുവിനെ. ആദ്യമായിട്ട് ഞാൻ പ്രകാശിനെ കാണുന്നത് ബഹ്റിനിലൊരു പ്രോഗ്രാമിന് പോകുമ്പോഴാണ്. അപ്പം പരിചയപ്പെട്ടിട്ട് ഈ പറഞ്ഞ പോലെ ആ കാലത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ല. ഇപ്പം നമ്മൾക്ക് അങ്ങോട്ട് വാട്സാപ്പ് ചെയ്യാനോ SMS ചെയ്യാനൊന്നും അപ്പോൾ ഒന്നും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ, അപ്പോൾ എനിക്ക് ഒത്തിരി ഫാൻ മെയിൽ കുറച്ച് ഉള്ളപ്പോഴത്തേക്കും ഞാൻ പെൻ ഫ്രണ്ട്സ് ആയിട്ടും അല്ലെങ്കിൽ ഈ വരുന്ന കത്തുകൾ വരുന്ന ചിലർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും നമ്മളല്ല, ചിലത് നല്ല കത്തുകൾ വരുമ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ജെന്യുവൻ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഈ പ്രകാശിന് കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എഴുതാറുണ്ട്. പ്രകാശ് ആദ്യം കത്തയച്ചു, പ്രകാശാന്ന് തോന്നുന്നു. അല്ല, ജലജ, പ്രിയ ജലജകുമാരി, ഡിയർ ജലജ, ഡിയർ ജലജ, ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഡിയർ ജലജ. അടുത്ത വാചകം എന്തായിരുന്നു? ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. അല്ലാതെ അതിൽ റൊമാൻസ് ഒന്നും ഇല്ല. അതിൽ അങ്ങനെയല്ല, എന്താ വിശേഷം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഏതാ വർക്കിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം കുറേ വർഷങ്ങളായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ തുടരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എന്തോ ഒരു കാരണവശാൽ ഞങ്ങൾ അടിച്ച് പിരിഞ്ചി, ഫ്രണ്ട്ഷിപ്പ് പോയി, അടിച്ച് പിരിഞ്ചാച്ചി. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പോയി. അപ്പം അതെന്തോ നിങ്ങൾ തമ്മിൽ വരണ്ട കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. വരണ്ട കത്തുകളല്ല, കത്തുകൾ അയച്ചിരുന്നു. അതിലൊരു പ്രണയവും പ്രേമവും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ അടിച്ചു പിരിഞ്ഞു? എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് നമ്മൾ പിണങ്ങില്ലേ? ഒരു പ്രണയത്തിന്റെയോ പ്രേമത്തിന്റെയോ ഒരു തലം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ പറയാമെന്ന്. അപ്പൊ അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഇനി കൃഷ്ണേന്ദ്രൻ വീണ്ടും വരും സത്യം പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞോളൂ. ആയിക്കോട്ടെ, ഞാൻ ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. അപ്പൊ എനിക്ക് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു പ്രോഗ്രാമിനെ വിളിച്ചിരുന്നു. മൂപ്പർ വീണ്ടും സ്റ്റേജ് ഷോയ്ക്ക് ജലജയെ വിളിച്ചു. വേറെ സ്റ്റേജ് ഷോയ്ക്ക് വന്നപ്പോഴത്തേക്കും വിളിച്ചു. നമുക്ക് സ്റ്റേജ് ഷോ ആകുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നല്ലോ. അപ്പം അങ്ങനെ പോയി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആ ചെറിയ ഇത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അല്ലാതെ ഇത് വലിയൊരു പോകുന്നു. അപ്പൊ അത് അടിച്ച് പിരിഞ്ഞാച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അതങ്ങ് വിട്ടു. പ്രകാശിനെ കാണുന്നു, പിന്നെ ഈ പ്രോഗ്രാം ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഏകദേശം വീട്ടിലെ കല്യാണത്തിന്റെ ആരംഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി ആ സമയത്ത് ഒരു പ്രാവശ്യം പ്രകാശ് നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഇപ്പോൾ ഇത്രയും വർഷത്തെ പരിചയമുണ്ട് നമുക്ക്. എന്നുവെച്ചാൽ കത്തിലൂടെയാണെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടാണെങ്കിലും ആ പരിചയമുണ്ട്. അപ്പം വൈ നോട്ട് എന്നുള്ളൊരു ചോദ്യം വന്നു, എന്ത് കല്യാണം കഴിച്ചുകൂടെ എന്നുള്ള മട്ടിൽ. ഞാനാണോ പ്രകാശാണോ ഇപ്പോൾ ഓർമ്മയില്ല. വേണമെങ്കിൽ കിച്ചു വരും, ആരെങ്കിലും ഒരാൾ പറഞ്ഞു. അപ്പം പറഞ്ഞു ജാതകം നോക്കിയിട്ട് ജാതകം ചേരുവാണെങ്കിൽ കല്യാണം കഴിക്കാം. അങ്ങനെ കല്യാണം കഴിച്ചു. അങ്ങനെ ജാതകം നോക്കിയിട്ട് കല്യാണം എങ്ങനെയാണ്. അപ്പം എനിക്കൊന്ന് കിച്ചു പറയുന്ന പോലെ മോഡേൺ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ബട്ട് ബേസിക്കലി അങ്ങനെയൊക്കെ ഉള്ളൊരു ഔട്ട്ലുക്ക് ഉണ്ടെങ്കിലും ബേസിക്കലി വളരെ ട്രഡീഷണലും വളരെ നാടനുമാണ്, വളരെ നാടനുമാണ്. പക്ഷെ വെളിയിൽ കാണുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അത് വെളിയിലൊരു ആഷ്പോഷാണ്. അതെ, അത് തോന്നും ആൾക്കാർക്ക്. പക്ഷെ അകത്ത്
പാലക്കാടൻകാരനാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ കിച്ചു പറഞ്ഞ പോലെ ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്നുള്ള ഒരു ഇതുണ്ട്. ഓ മൈറ്റ് ബി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ പോണു. 20 വർഷമായി, 20 വർഷം കഴിഞ്ഞു, ഒരു മോളുണ്ട്. സന്തോഷം. എന്തായാലും പ്രകാശിനെ വലിയ ഇഷ്ടമാണെന്നല്ലേ ജലജ പറയണേ? ഇതാ വരട്ടെ. ഞാൻ ഇനി പ്രകാശാണോ? അമ്മയ്ക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടം, അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം? സാധാരണ അങ്ങനെയല്ലല്ലോ, മക്കളുടെ അടുത്തല്ലേ ചോദിക്കാം അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്നല്ലേ ചോദിക്കാം. ഇപ്പൊ എന്താ സംഭവം ഇത് പറഞ്ഞത്? ഇതാ ഇത് ഡിപ്ലോമാറ്റിക് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഈക്വലി എന്ന് പറയും. ഒരിക്കലും അത് ശരിയാവില്ല. ഇല്ല, അതിൽ ഞാൻ പറയും ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഈക്വലി എന്ന് പറയാം. എന്തായാലും മകളെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. ഒരു തുള്ളി മകളോട് തന്നെയാണ്. അതെ, അത് ഞാൻ പറഞ്ഞു. എന്നെ കാരണം അത് എനിക്ക് ജലജയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആയിരിക്കുള്ളൂ, ഏതാ അങ്ങനെ ആയിരിക്കുള്ളൂ സ്വാഭാവികം. തീർച്ചയായും അല്ലേ? അത് അവള് ചോദിച്ചുകൊണ്ട് മാത്രമല്ല, അല്ല, അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും മക്കളുടെ അടുത്ത് ഓഫ്കോഴ്സ് ഭർത്താവിൻ്റെ അടുത്തുള്ള ഇഷ്ടം എന്ന് പറയുന്നത് അതൊരു വേറെ ഇഷ്ടവും. മകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ഒരു മകളോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മലയാളി ആഗ്രഹിക്കുന്നുണ്ടാകും ജലജ വീണ്ടും ഒരു പൂർണ്ണ തോതിൽ മലയാള സിനിമയിലേക്ക് മടങ്ങി വരണമെന്ന്. എനിക്ക് അറിഞ്ഞൂടെ ഇപ്പൊ തൽക്കാലം നല്ല റോള്. ഇപ്പൊ എന്തായാലും ഇപ്പോൾ ആ നേരത്തെ വേണുനാവളി ചേട്ടന്റെ പുറകില് ഒരു മിഡിയൊക്കെ ഇട്ട് പോയ പോലെ ഒന്നും പോകാൻ പറ്റണമെന്നില്ല. അത് ആഗ്രഹവും ഇല്ല ഇപ്പൊ. ആഗ്രഹമില്ല, തീരെ ഇല്ല. അപ്പോ പക്ഷെ ഒരു അമ്മ വേഷത്തിലൊക്കെ വേണമെങ്കിൽ തിളങ്ങാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ ഇപ്പം നേരത്തെ എന്തോ പറഞ്ഞല്ലോ, എന്തോ ഒരു ഇത് പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ നായികന്മാരെ എന്തോ ഒരു ഷോപ്പീസ്, അങ്ങനെ ഷോപ്പീസ് ആയിട്ട് പോകണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. എന്തെങ്കിലും കാമ്പുള്ള കഴമ്പുള്ള നല്ല കഥാപാത്രത്തെ കിട്ടുവാണെങ്കിൽ ജനത മലയാള സിനിമയിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനി തിരിച്ചു വന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് എനിക്ക് വലിയ ഒരു പറഞ്ഞ പോലെ കുക്കിങ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ട്രാവലിങ്ങും അമ്മുവിൻ്റെ പഠിത്തം, ട്രാവൽ ചെയ്യാൻ കുറച്ചുകൂടെ ലോകമൊക്കെ കാണണം എന്നൊരു ആഗ്രഹം, ഒരു അത്യാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇതിലേക്ക് വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും പക്ഷേ മകളൊക്കെ പഠിക്കാൻ പോയ സ്ഥിതിക്ക് ഒരുപാട് സമയം ഇനി ഉണ്ടാവും. സമയമുണ്ട് അല്ലേ? ഉണ്ട്.